ഇനി നമുക്ക് പറയാനുള്ളത് നൂനിനെ കുറിച്ചാണ്. രണ്ട് നൂനിനെ നമുക്ക് ഇവിടെ കാണാം. ഒന്ന് നൂന് മുദ്ഗമ, മറ്റേത് നൂന് മജ്മൂഅ. ഇങ്ങനെ രണ്ട് നൂനിനെ നമുക്ക് കാണാൻ സാധിക്കും. ഈ നൂനിൻ്റെ ഖദർ വരുന്നത്, ഇത് ഏകദേശം ഇവിടെ ചെറിയൊരു അലിഫിൻ്റെ രൂപത്തിലും, പിന്നെ നമ്മൾ ലാം എഴുതിയപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നൂനിൻ്റെ ഏകദേശ രൂപം തന്നെയാണ് ലാമിന് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഇത് ലാമിന് നമ്മൾ എഴുതിയ ആ ഏകദേശ രൂപം തന്നെയാണ് ഇത് ഈ നൂനിൻ്റെ രൂപം എന്ന് പറയുന്നത്. പിന്നെ ഈ ചെറിയ അലിഫിൻ്റെ ഖദർ എന്ന് നമ്മൾ പറഞ്ഞത് 2.5 ഖദറാണ്, 2.5 നുക്തയുടെ ഖദറാണ്. അതുപോലെ തന്നെ അലിഫ് മുതൽ ആ ചെറിയ അലിഫിൻ്റെ എൻഡ് മുതൽക്ക് നൂനിൻ്റെ അവസാനം വരെ വരുന്ന ആ നുക്തയുടെ അവസാനം വരെ വരുന്നത് ആ നുക്തയുടെ ഖദർ 2 നുക്ത തന്നെയാണ്. പിന്നെ നമ്മൾ ലാമിൽ ഇത് 5 ഖദർ തന്നെയായിരുന്നു ഇതിൻ്റെ എന്താ പറയുക, ഈ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നത്. ഈ അലിഫും അതുപോലെ തന്നെ ഈ ലാമിൻ്റെ അവസാനവും എന്ന് പറഞ്ഞ പോലെ തന്നെ നൂനിൻ്റെ ഈ അവസാനത്തിലെ ഈ കർവ് വരെ വരുന്നത് അതിൻ്റെ നുക്തയുടെ അളവ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5 നുക്തയുടെ ഖദറാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആഴം എന്ന് പറയുന്നത് 2 നുക്തയാണ്. നമ്മുടെ ലാമിന് 2.5 നുക്തയാണെങ്കിൽ ഈ നൂനിന് 2 നുക്തയാണ് ഇതിൻ്റെ ഖദറിൻ്റെ ആഴം എന്ന് പറയുന്നത്. നുക്തയുടെ അളവ് എന്ന് പറയുന്നത് 2 നുക്തയാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ പിന്നെ നൂനിൻ്റെ മുദ്ഗമായ നൂന് എന്ന് പറയുന്ന നൂനാണ് ഈ കാണുന്ന നൂന്. ഇത് യഥാർത്ഥത്തിൽ നമുക്ക് 90 ഡിഗ്രിയിൽ ഒരു കോണ് വരച്ചാൽ ആ കോണിൻ്റെ പാദത്തിൽ നിന്നും അതിൻ്റെ ലംബത്തിലേക്ക് ഏകദേശം, അതിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് മുകൾ ഭാഗത്തിലേക്ക് ഏകദേശം 3 നുക്ത വരുന്ന അളവിൽ അവിടെ വെച്ച് തുടങ്ങിയിട്ട് ഇടതുവശത്തേക്ക് ഉയർന്ന് പിന്നീട് താഴ്ന്ന് വളഞ്ഞ് ഉയരുന്ന ഒരു ശൈലിയാണ് നൂന് മുദ്ഗമക്കുള്ളത്. ഇതിൻ്റെ ഖദർ എന്ന് പറയുന്നത് പാദത്തിൽ നിന്നും നമ്മൾ വരച്ച 90 ഡിഗ്രി പാദത്തിൽ നിന്നും 3 നുക്ത അളവ് ഉയരത്തിലായിട്ട് അവിടുന്ന് തുടങ്ങിയിട്ട് ഇടതുവശത്തേക്ക് ഉയർന്ന് വളഞ്ഞ് പിന്നെ താഴ്ന്ന് വളഞ്ഞ് ഉയരുന്ന ഒരു ശൈലിയാണ് നൂനിനുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഖദർ എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6, 7 നുക്തയാണ് അതിൻ്റെ ഖദർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നൂന് മജ്മൂഅ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതിൽ നൂന് മജ്മൂഅ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ചെറിയ അലിഫ് എഴുതുന്നു. ഇവിടെ നമ്മൾ ചെരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്, കാരണം അവിടെ അവസാനം വരുന്നത് അത് വീതി കുറഞ്ഞ രൂപത്തിൽ ഇങ്ങനെ വരികയാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ ചെരിച്ചു കൊണ്ടുവരുന്നു. പിന്നീട് നമ്മൾ ലാം എഴുതിയ പോലെ തന്നെ അതിൻ്റെ എൻഡ് പോയിന്റിൽ നിന്നും ചെരിച്ച് നൂന് എഴുതി കൊണ്ടുവരുന്നു.
ഇവിടെ ഹില്യ കൊടുക്കേണ്ടതുണ്ട്. ഹില്യ താഴോട്ട് ജസ്റ്റ് വലിച്ചിട്ട് അവിടെ നമ്മൾ കൂർപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നൂനിൻ്റെ ആ പുള്ളി നമ്മൾ 45 ഡിഗ്രി 90 ഡിഗ്രിയിൽ ജസ്റ്റ് വലിക്കുകയാണ് ചെയ്യുന്നത്. സാധാ നമ്മൾ നുക്ത ഇടുന്ന ആ ഖദർ കണക്ക് അങ്ങനെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് നൂന് എന്ന് പറയുന്നത്, നൂന് മജ്മുഅ എന്ന് പറയുന്നത്. ഈ നൂന് മജ്മുഅക്ക് ശേഷം നമുക്ക് പഠിക്കാനുള്ളത് നൂന് മുദ്ഗമയാണ്. നൂന് മുദ്ഗമ എങ്ങനെ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. രണ്ടിൻ്റെയും ഖദർ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഖദർ ഇവിടെ വിശദീകരിക്കുന്നില്ല. ഇനി എങ്ങനെ എഴുതുന്നു എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. ഇനി സാധാ നുക്ത ഇടും പോലെ നമ്മൾ നുക്ത ഇടുന്നു. ഇതാണ് നൂന് മുദ്ഗമ എന്ന് പറയുന്നത്.